ഒരു പ്രധാനപ്പെട്ട വാർത്ത അങ്ങ് ദുബായിൽ നിന്നുമല്ല, അങ്ങ് UK നിന്നുമാണ്. രണ്ടും കണക്കാണല്ലോ, രണ്ടും ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. അതായത് BBC കഴിഞ്ഞ ഫെബ്രുവരിയിലൊരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടു. അതായത് ഗാസ ഹൗ ടു സർവൈവ് എ വാർ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററി പുറത്ത് വന്നതോടുകൂടി വലിയ പ്രശ്നമായി. എന്താണ് ആ പ്രശ്നം? ഈ ഡോക്യുമെൻ്ററിയിൽ ഒരു കുട്ടിയെ മുൻനിർത്തിയിട്ട് ആ നറേഷൻ നടത്തിക്കൊണ്ട് കുട്ടിയുടെ കണ്ണിലൂടെ ഈ ഗാസയെ ചിത്രീകരിക്കുക, അവിടെയുള്ള യുദ്ധം അവിടെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സാധനത്തെ എടുത്തു വെച്ച് വലിയ ഒരു വിമർശനം അവിടെ വരുന്നു. എന്താണ് അതിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇവർ ഷോക്കേസ് ചെയ്ത ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഒരു ഒഫീഷ്യലിൻ്റെ മകനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവരം ഇത് ഷൂട്ട് ചെയ്ത ഈ ഹോയോ എന്ന് പറയുന്ന ഇത് ഷൂട്ട് ചെയ്ത് ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് അറിയാമായിരുന്നു, അവരിലുള്ള ആളുകൾക്ക് ഇത് അറിയാമായിരുന്നു. പക്ഷേ ഇവരത് BBC അടുത്ത് പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അന്ന് അത് വിവാദമായി. ഈ കുട്ടി ഹമാസിൻ്റെ ഒരു ഒഫീഷ്യലിൻ്റെ മകനാണ്. ആ ഹമാസിൻ്റെ മകനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു ഒതൻറ്റിസിറ്റിയുടെ ഒരു പ്രശ്നം, ആക്യുറസിയുടെ ഒരു പ്രശ്നം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊരു വലിയ വിമർശനമായി കഴിഞ്ഞപ്പോൾ ഈ ഡോക്യുമെൻ്ററി BBC ഉടനെ തന്നെ അവിടുന്ന് പിൻവലിക്കുന്നൊരവസ്ഥ ഉണ്ടായി. പിൻവലിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉസ്താദുമാർ കാണിക്കുന്ന പോക്കരിത്തനങ്ങളൊക്കെ അവർ പിൻവലിച്ചാലും നമ്മുടെ കയ്യിലിരിക്കുന്നത് പോലെ BBC ഇത് പിൻവലിച്ചെങ്കിലും ഇതിന്നും അവിടെ നമ്മുടെ ആർക്കൈവ്സിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം. ഇതിൻ്റെ പേര് അടിച്ചു കൊടുത്തത് ഗാസ ഹൗ ടു സർവൈവ് എ വാർ സോൺ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം. നിങ്ങൾ എത്രയൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ മുക്കാൻ ശ്രമിച്ചാലും അത് മുങ്ങില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അത് പിൻവലിച്ചതിന് ശേഷം അത് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പോൾ ഈ സംഗതി ഇതുപോലുള്ള സാധനങ്ങൾ പടച്ചുവിടുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 7 ഇവർ നടത്തിയ തീവ്രവാദ ആക്രമണം, ഹമാസ് നടത്തിയ തീവ്രവാദ ആക്രമണം, ആ ആക്രമണം അത് നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് അറിയാം ഇത് നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നാലെ വരും, ഇവരെ മൂട്ടിലടിച്ച് പണി കൊടുക്കും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവർക്ക് അനുകൂലമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? നമ്മളിവിടെ സാധാരണ ഈ PFIക്കാർ, ചില ആളുകൾ PFIക്കാരൊക്കെ പറയുന്ന മാതിരി ഈ സംഘികളുടെ കൈകൊണ്ട് ചാവാനുള്ള ഒരു യോഗം നമുക്കില്ല അമ്മണിയെ, അതുകൊണ്ട് നമുക്ക് വല്ല സിറിയയിലേക്കും വല്ല അഫ്ഗാനിലേക്കൊക്കെ ഹിജറ പോകാം, അവിടെ പോയിട്ട് വല്ല ഇതേപോലെ വെടിയുണ്ട കൊണ്ട് ചാവുന്നതായിരിക്കും നല്ലത്, എന്നാലേ നമുക്ക് ഊറികളെ കിട്ടുള്ളൂ എന്ന രീതിയിൽ എങ്ങനെയാണോ അവർ മനസ്സിലാക്കി പുറത്തേക്ക് പോകുന്നത് എന്നുമാതിരി ഈ പറയുന്ന ഗാസയിൽ ഇസ്രായേലിൻ്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു വകുപ്പ് നമുക്കില്ല. അവർ നമ്മളെ പട്ടിണിക്ക് ഇടുന്നില്ല, അവർ നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്നു, വെള്ളം തരുന്നു, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പട്ടിണി ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വലിയ പ്രശ്നത്തിലാണ് എന്ന് കാണിക്കാനുള്ള ചില തത്രപ്പാടിൽ ചില കാര്യങ്ങൾ പടച്ചു വിടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കൂടിയുള്ള വഴി. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ അഭിനയങ്ങളൊക്കെ അറിയുന്ന ആളുകളെയൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവർ കുറച്ച് കാര്യങ്ങൾ ഒപ്പിക്കുന്നു. അക്കൂട്ടത്തിലേക്കാണ് ഈ പറയുന്ന BBC ഡോക്യുമെൻ്ററി നടന്നു കയറിയത്. അത് എയറിൽ പോയി BBC മൊത്തത്തിലുള്ള പ്രശ്നം അവിടെ അവരുടെ കാര്യങ്ങൾ വെള്ളത്തിലാവുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. BBC പ്രതിച്ഛായ മൊത്തത്തിൽ അവിടെ തകർന്നു. ഇതാണ് അന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഈ തരത്തിലുള്ള പ്രൊപ്പഗൻഡകൾക്ക് വേണ്ടിയിട്ട് ഈ ഗാസയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകളും ചിത്രങ്ങളും ഇവർ എടുത്തു വെക്കുന്ന മൂവീസും സിനിമകളും ഇതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത് ആളുകളെ പറ്റിക്കുന്നത്, ഈ പറയുന്ന കുട്ടികളുടെ ചിത്രം വെച്ചുകൊണ്ട് എങ്ങനെ നമ്മളെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതിനിപ്പോൾ ജെനുവിൻ ആയിട്ടുള്ളതായാലും ശരി, വെറുതെ ഒരു ചിത്രത്തിലുള്ളതായാലും ശരി. നിങ്ങളിപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ കാണുന്നു, സിനിമയിൽ സംഭവിക്കുന്നൊക്കെ കഥയാണ് എന്ന് അറിഞ്ഞു തന്നെയാണ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. എന്നിട്ട് പോലും അതിനകത്തൊരു ചിത്രീകരണം, അതിലൊരു കുട്ടിക്കൊരു വേദന ഉണ്ടാകുന്ന ഒരു ചിത്രം അവിടെ വന്നാൽ അത് കണ്ടിട്ട് നിങ്ങൾക്കറിയും സത്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി അവിടെ ഫിക്ഷനാണ്, അതിനകത്തൊന്നുമില്ല, ഒന്നും നടന്നതായിട്ട് പോലുമില്ല. പക്ഷേ അത് സിനിമയിൽ കാണുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണലി അതിനെ നിങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് റിയൽ ലൈഫിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അവിടെയാണ് നമ്മളെ നാട്ടിലടക്കം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ജനോസൈഡ് ചെയ്യുന്ന ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് ചിരിയാണ് തിരിച്ചു വെക്കാറുള്ളത്. കാരണം
അവരാദ്യം പ്രൂവ് ചെയ്യണം, കുട്ടികളെ കൊല്ലുന്നു എന്നുള്ളത് ആദ്യം പ്രൂവ് ചെയ്യണം. അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ ലിസ്റ്റ് കൊടുത്ത് മയ്യത്ത് നിസ്കാരം വരെ നടത്തി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പിന്നെ ആ പേര് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടി മാറ്റുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് നിസ്കരിച്ച മയ്യത്ത് നിസ്കാരം എവിടെ പോയി? പടച്ചോൻ്റെ ഒപ്പം ഈ മുഹമ്മദ് നബിയുടെ ഒപ്പം നേരെ എയറിലേക്ക് സ്പേസിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ലിസ്റ്റ് ഇടുമ്പോൾ അതൊന്ന് തീരുമാനമാക്കുക എന്ന് നമ്മൾ പറയുകയാണ്. ഏതായാലും ഇവിടെ ഈ പറയുന്ന അന്വേഷണം നടത്തി അവർ കണ്ടെത്തിയത് എന്താണ്? BBC ഗാസ ഡോക്യുമെൻ്ററി ബ്രീച്ച്ഡ് ഗൈഡ് ലൈൻസ് റിവ്യൂ ഫൈൻസ്. ഇതാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത. 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ വന്ന വാർത്തകളാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം ഇതിൽ എഡിറ്റോറിയൽ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു, ബ്രീച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതിൽ ആക്യുറസി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഗൈഡ് ലൈൻസ് അത് വയലേറ്റ് ചെയ്തു എന്നത് തന്നെയാണ് അവിടെ പുറത്ത് വന്നിട്ടുള്ള കാര്യം. അതിലേറ്റവും പ്രധാനം ഫെയിലിംഗ് ടു ഡിസ്ക്ലോസ് ദ നറേറ്റർ വാസ് ദ സൺ ഓഫ് എ ഹമാസ് ഒഫീഷ്യൽ. അതായത് ഒരു തീവ്രവാദി, ഇപ്പോൾ പാകിസ്ഥാനിലെ ആളുകളുടെ എന്തെങ്കിലും ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ഹാഫിസ് സയ്യിദിൻ്റെ കൊച്ചുമോനെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യിച്ചാൽ എങ്ങനെയിരിക്കും? അതെങ്ങനെയായിരിക്കും നമ്മൾ സ്വീകരിക്കുക? നമുക്ക് സ്വീകരിക്കാൻ കഴിയും? അതൊരു തീവ്രവാദിയുടെ മകൻ, തീവ്രവാദിയുടേതായിട്ടുള്ള ആ നറേറ്റീവ്സ് അത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഇതാണ് സംഭവിക്കുക. ഇവിടെ മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് യഹിയ സിൻവർ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന് മാത്രമുള്ള ഒന്നുമില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അതായത് ഇപ്പോൾ ഗാന്ധിജിയുടെ ഒരു പുസ്തകം നിങ്ങളെടുത്ത് വായിക്കുന്നു, അംബേദ്കറിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കുന്നു, അല്ലെങ്കിൽ നെഹ്റു എഴുതിയൊരു പുസ്തകം നിങ്ങളെടുത്ത് വായിക്കുന്നു. അതിനകത്ത് ഒരു വരി പോലും അതിനകത്ത് ഫിക്ഷൻ ഉണ്ടാവില്ല. അവരുടെ ജീവിതാനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ അത് ജീവിതാനുഭവം തന്നെയാണ്, അടിമുടി ജീവിതാനുഭവം തന്നെയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ അവർക്ക് എഴുതുന്നുണ്ട്. അത് പറഞ്ഞാൽ തന്നെ കാര്യം വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നും അതിലൂടെ ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നിരിക്കുക. ആ ചിത്രം ഒരു ചിത്രമായിട്ട് അവരുടെ മുന്നിൽ അനാവരണം ചെയ്യാൻ അത് ധാരാളമാണ് എന്നിരിക്കെ അവർക്ക് അതിനകത്തേക്ക് പിന്നെ ഈ കഥ ചേർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഐതിഹ്യം എന്ന രീതിയിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഈ സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് ഉൾച്ചേർക്കേണ്ട ഒരു ഗതികേടില്ല. അതേസമയം യഹിയ സിൻവർ എന്ന് പറഞ്ഞ മുതലാളി, ഈ തീവ്രവാദ കൂട്ടത്തിൻ്റെ മുതലാളി, അതായത് കുട്ടികൾ കൊല്ലപ്പെടണം, സ്ത്രീകൾ കൊല്ലപ്പെടണം, എന്നാലേ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ, ഇസ്രായേലിനെ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റുള്ളൂ, നെസസറി സാക്രിഫൈസ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ആ ഒരു വാക്ക് പോലും കോയിൻ ചെയ്തത് തന്നെ ആ മഹാനായ ആ തീവ്രവാദി പുരുഷൻ. ഇന്ന് അദ്ദേഹം അവിടെ മറ്റേ ഉന്നം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റേ മരവടി കൊണ്ട് ഇങ്ങനെ ഡ്രോൺ എറിയുന്ന ആ സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുനർജന്മത്തിലൊക്കെ വന്നാൽ ഒന്നുകൂടി പരീക്ഷിക്കാമല്ലോ. ഇതൊക്കെ തന്നെയാണ് പണി. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദ് എത്രത്തോളം ആൾ ഒരു മുസ്ലിം ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന് പോകുന്നു, ജിഹാദിന് പോകുന്നു, കൊല്ലപ്പെടുന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും യുദ്ധത്തിന് പോകുന്നു, ജിഹാദ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും കൊല്ലപ്പെടുന്നു, എന്നിട്ട് വീണ്ടും ഇവിടെ വരുന്നു. അത്രമാത്രം കൊതിക്കുന്ന സാധനമാണെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ വന്നിട്ട് വീണ്ടും ഇതേ എറർ കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രാക്ടീസിലാണ് മറ്റേ വടി കൊണ്ട് മറ്റേ ചുള്ളിക്കമ്പ് കൊണ്ട് മറ്റേ ഡ്രോണിനെ എറിഞ്ഞ് ഇടുന്ന ആ മത്സരം അതവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം അയാൾ അതിനകത്ത് കഥ, കുറേ കാര്യങ്ങൾ ഫിക്ഷൻ അതിനകത്ത് ചേർത്തിട്ടാണ് ഒരു പുസ്തകം, അയാളുടെ ഒരു ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് അയാൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിനകത്ത് ഫിക്ഷൻ ഉണ്ട് എന്നുള്ളത്. അത്രയ്ക്ക് സത്യസന്ധതയൊക്കെ കാണിച്ചു കേട്ടോ. ഏതായാലും ഇത് വായിച്ചു കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വലിയൊരു വിഷമം ഇട്ട് കൊടുക്കാൻ, ഒരു ഇമോഷണലി അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ധാരാളമാണത്. പക്ഷേ പ്രശ്നം എന്താണ്? ഇതിലേതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും കൂടി സമാസമം മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് മതി നമ്മളെ കാക്കാമാരെ പറ്റിക്കാൻ എന്നുള്ളത് സിൻവറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ സിൻവർ ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് എഴുതിയത്. 1 2 ഈ സാധനം കഥയിലുള്ള സാധനം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു എഫക്റ്റും ഇല്ല. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം. ഇനി 3 ഈ സാധനം ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. എന്ന് വെച്ചാൽ ഇവരെ ഉപരോധം നടത്തിക്കൊണ്ട് ഇവരെ അവിടെ പൂട്ടിയിട്ട് ഇവരോടൊപ്പം നടന്നിരുന്ന ആളുകൾ, ആ പറയുന്ന 1967 യുദ്ധത്തിൻ്റെ ശേഷമൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചത് വായിച്ചു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരുന്നത് ഈജിപ്ഷ്യൻ പട്ടാളങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ്. അതായത് അവർ പട്ടാളക്കാരോടൊപ്പം വളർന്ന കുട്ടിയാണ് ഈ പറയുന്ന ഈ സിൻവർ എന്ന് പറയുന്നത്. 67 ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രമാത്രം ഉടായ്പും ഇത്രമാത്രം കൂട്ടിച്ചേർക്കലും മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഏച്ചുകെട്ടലുകളും ഡ്യൂപ്ലിക്കേറ്റുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ദുരവസ്ഥ. അതാണ് ഇവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിന് ഇതേപോലെയുള്ള സാധനങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കണം, സിനിമകൾ പിടിച്ചുകൊണ്ടേയിരിക്കണം, അങ്ങനെയുള്ള കൃത്രിമമായ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ഈ പ്രൊപ്പഗൻഡ നടക്കുന്നത്. ഇത് ഇവർ ചെയ്യുന്നത് ഇവർക്കറിയാം.
ഇവർ ഇതാണ് ചെയ്യുന്നത് എന്നും അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഇതാണ് ചെയ്യേണ്ടതെന്നും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാർത്തയോ ഏതെങ്കിലും ഒരു വീഡിയോ വെക്കുമ്പോൾ ഒക്ടോബർ 7 നടന്ന ആ ചിത്രം, അത് ഈ പറയുന്ന തീവ്രവാദികൾ തന്നെ അവരുടെ ഈ നെഞ്ചത്ത് ഒട്ടിച്ചു വെച്ചിട്ടുള്ള ആക്ഷൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ട ഫുട്ടേജസ് വിട്ടിട്ട് ഇവർ പറഞ്ഞത് അത് ഇസ്രായേൽ പടച്ചുണ്ടാക്കിയതാണെന്നാണ്. കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇതേ പ്രാന്താണെന്നാണ് അവരുടെ വിചാരം. അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയുന്നുള്ളൂ. കാരണം ടെററൈസ് ചെയ്യുക എന്ന് പറയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പറയുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ടെററൈസ് ചെയ്യാനും വീഡിയോ ഉപയോഗിക്കുന്നു, അതുപോലെ ആളുകളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ കുട്ടികളെയൊക്കെ കാണിച്ചുകൊണ്ട് അവരെ പറ്റിക്കാനും ഇതേ സാധനം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടന്നത്. അത് കയ്യോടെ പിടികൂടപ്പെട്ടു. ഗാസയിൽ ഈ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിയാസം, ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കൽ, ആളുകളെ പറ്റിക്കുന്ന പരിപാടി, പ്രത്യേകിച്ച് ഈ വോക്കുകളെയൊക്കെ ഇതുപോലെ പറ്റിക്കാൻ ഈ വോക്കുകൾ നിന്ന് കൊടുക്കുന്നതും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇവരെ ആലോചിച്ചിട്ട് തമാശ ചിരിയൊക്കെ വരുന്നത്. ഇത്രയ്ക്ക് മണ്ടന്മാരാണോ നിങ്ങൾ നമ്മൾ ആലോചിച്ച് പോണതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താ ഇതിനകത്തുള്ളതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന സാധനമാണ്. ഏതായാലും അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ അവസാനം എഴുതിയിരിക്കുന്നത്, നോ എവിഡൻസ് ടു സപ്പോർട്ട് ദ സജഷൻ ദാറ്റ് ദ നറേറ്റേഴ്സ് ഫാദർ ഓർ ഫാമിലി ഇൻഫ്ലുവൻസ് ദ കോണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം ഇൻ എനി വേ എന്നാണ് പറയുന്നത്. അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഹാഫിസ് സയ്യിദിൻ്റെ വീട്ടിലുള്ള കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. പിന്നെ വേറെ തെളിവിൻ്റെ അന്വേഷണമൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്തായിരിക്കും എന്നുള്ള അറിയാം. ഏതായാലും ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്തു വെക്കുന്നതിന് ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഗാസ വുഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാലി വുഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു വിളിപ്പേരിട്ടുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന രീതിയിൽ ഇതിനെ ഒരുപാട് വീഡിയോസ്, ഇവരിറക്കുന്ന വീഡിയോസിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെ ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള കുറേ ആക്ടിവിസ്റ്റുകളും അതുപോലെ വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളും കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേജ് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ട്വിറ്ററിലുള്ള പേജാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് പോയി കണ്ടാൽ അതിനകത്ത് ഈ പറയുന്ന ഈ പടച്ചുവിടുന്ന ഓരോ വീഡിയോയുടെയും പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ള അവിടെ കിട്ടും. അതിൽ ഇതിൻ്റെയൊക്കെ തുടക്കം ഈ പാലിവുഡ് എന്നുള്ള വാക്ക് തന്നെ വരുന്നത് ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഫ്രഞ്ച് ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് പുറത്തുവിട്ടതാണ്. 1990കളിലാണ് ഈ ഫോട്ടോ വരുന്നത്. ഇത് കാണിച്ചിട്ട് ഈ കുട്ടിയെ ഇസ്രായേൽ വെടിവെച്ചിട്ടു എന്നും പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത. അങ്ങനെ ഇത് വലിയ ചർച്ചയായി. അപ്പോൾ ആരായാലും വിശ്വസിച്ച് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എടുക്കുന്ന ഒരു ചിത്രീകരണമാണ്, അല്ലെങ്കിൽ ഒരു ഇമേജാണ്, ഒരു വീഡിയോ ആണിത്. ഇത് പുറത്തുവിട്ടു, കുട്ടി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസാനം ഇത് ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ ഉടനെ അപലപിച്ചു. അയ്യോ ഞങ്ങളുടെ പട്ടാളക്കാർ അങ്ങനെ ചെയ്തു, എന്ത് തെണ്ടികളാണ് അവർ എന്നൊക്കെ പറഞ്ഞ് അതിനെ അപലപിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ആരാണ് വെടിവെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സത്യത്തിൽ സ്റ്റേജ്ഡ് ആയിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. ഇത് പത്രം നേരിട്ടോ അല്ലെങ്കിൽ ഈ പാലസ്തീനിയൻസോ സ്റ്റേജ് ചെയ്തതാണ് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലായത്. കാരണം അല്ലാതെ വെടിവെക്കുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഇവർ എന്തെങ്കിലും ഒരെണ്ണം വേണമല്ലോ നമുക്ക് വാർത്ത കൊടുക്കണമെങ്കിൽ, അതിന് വേണ്ടിയിട്ടുണ്ടാക്കി. ഇത് പല രീതിയിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. ഒന്ന്, ഈ പറയുന്ന സാധനം അവിടെ ഇസ്രായേലി പ്രസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. രണ്ട്, ഈ ചിത്രത്തിൻ്റെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണാം, അതിനകത്ത് അവസാനം ഈ കുട്ടി കാല് ചൊറിയുന്നതും കാണാം. ഈ കാല് ചൊറിയുന്ന കുട്ടികൾ ഇതുപോലെ അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ദുരന്തങ്ങളാവുന്ന, നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ കാല് ചൊറിയുന്നത് എന്തൊരു ദ്രാവിഡാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് ഇവർക്ക് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന വെടിയായിട്ട് മാറും. അത് പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഉണ്ണാക്കൻ ടീമായാലും മറ്റു പല ഇതുപോലുള്ള സുഹരിമാരായാലും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ, സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന വെടിയായിട്ട് മാറും. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ഈ സാധനത്തിന് അന്നത്തെ ഒരു പേര് ഇടൽ വന്നത്, ഈ പാലിവുഡ് എന്ന് പറയുന്ന ഒരു പേരിടൽ. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിപ്പോൾ നിരന്തരം നമുക്ക് കാണാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഇതൊരു വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണമെന്നൊന്ന് നിങ്ങളൊന്ന് പറയൂ. ഓക്കെ, ഉമ്മ ഒരു പ്രായമായ സ്ത്രീയെ കൊണ്ട് സാധനം ചുമന്ന് കൊണ്ടുപോവുകയാണ്. സ്ത്രീയാണോ കുട്ടിയാണോ അത് വീഡിയോ എടുത്തിടുകയാണ്. എന്നിട്ട് കാണിക്കുകയാണ്, കണ്ടില്ലേ ദുരിതം. എന്നാൽ ചുറ്റും ക്യാമറയും പിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അതൊന്ന് സഹായിച്ചു കൊടുക്കുക, അത് ചെയ്യില്ല. ഉമ്മയാണ്. ഫോക്കസ് ചെയ്യൂ, ചിരിക്കൂ, സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവരവരുടെ പാട്ടിന് പോയി. ഇതാണ് ഒരു വീഡിയോ. ഇത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ തൽക്കാലം 1-2 കാണിക്കുകയാണ്. അടുത്ത ഒരെണ്ണം കാണാം. ഇത് കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് ഈ സാധനം, നിങ്ങൾ കാണുന്ന ചില ചിത്രങ്ങളുടെ പിന്നിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ കാണേണ്ടത്. ഇത് നിങ്ങളൊന്ന് കാണുക, കാക്കമാർ പ്രത്യേകിച്ച് ഒന്ന് കാണുക. കുട്ടികൾ ഈ ദുരിതം അനുഭവിക്കുന്നത് കണ്ടിട്ട് ചങ്ക് പൊട്ടിയിട്ട് ഓട്ട വീണ് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ താത്തമാരും കാക്കമാരും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും. ഓക്കെ, കുട്ടിയുടെ കയ്യിലേക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഡൊണേഷൻ. ഓക്കെ, ഹമാസ് കൊടുക്കുകയാണ്. അൽഫഹമ്മദില്ല, അറബി വിളിച്ചും കൂടി ഇട്ടേക്കാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു, ഭക്ഷണം തിരിച്ചു വാങ്ങിച്ചിട്ടാണ് പോണത്. മനസ്സിലായി? ആ കുട്ടി അവിടെ നോക്കി നിൽക്കുകയാണ്, എൻ്റെ ഭക്ഷണം എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇതാണ് അവസ്ഥ. ഇനി അടുത്ത കുട്ടീനെ പിടിക്കും.
കുട്ടീനെ സഹായിക്കുകയാണ് കേട്ടോ. സഹായിച്ചു കഴിഞ്ഞു വെള്ളം കൊണ്ട് തിരിച്ചു പോയി. സഹായിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കൊണ്ട് അയാൾ തിരിച്ചു പോയി. അപ്പോൾ കുട്ടിക്ക് വെള്ളവുമില്ല, കുട്ടിക്ക് ഭക്ഷണമില്ല. ഇതൊക്കെ വേറെ വേറെ വീഡിയോസാണ്. ഇത് മറ്റൊരെണ്ണം ഇതേ അറബി വിളിച്ചോണ്ട, നമ്മളെ വിളിച്ചോണ്ട. ഒന്നുകൂടിയും കണ്ടേക്കാം, മിസ്സായിട്ടുണ്ടോ. ഡൊണേറ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭക്ഷണം വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നു. അടുത്ത കുട്ടിക്ക് ഇതേപോലെ കൊടുക്കുന്നു, വീണ്ടും ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, ഇനി ഈ ഏറ്റവും ഒടുവിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ആംബുലൻസ് ഡ്രൈവർ ഇതേപോലെ വണ്ടി ഓടിക്കുന്നു, കയ്യിലൊരു കുട്ടി ഡ്രൈവ് ചെയ്യുന്നു, 100 km/h ഓടിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് CPR കൊടുക്കുന്നു. ഇതാണ് കേട്ടോ, ഈ 100 km/h പോകാൻ പറ്റിയ റോഡ് ഉണ്ട് കേട്ടോ ഈ തകർന്ന് തരിപ്പണമായ ഗാസയിൽ. അതും കൂടി നമ്മൾ ഓർക്കണം. ഓക്കെ, الذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري. الذين آمنوا وعملوا الصالحات لنبوئنهم. ഇത് നല്ല ഒന്നാന്തരം ഗാസവുഡ് ഉൽപ്പന്നമാണ് ഈ സാധനം. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മളാണ് ഈ സിറ്റുവേഷനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ അടുത്തിരിക്കുന്ന ആൾ, ഇത് ക്യാമറാമാൻ അവിടെ ഇരിക്കുകയാണ് ക്യാമറയും പിടിച്ച്, എന്നാൽ മോനെ നീ ക്യാമറ അവിടെ വെച്ചിട്ട് കുട്ടിക്ക് CPR കൊടുക്കുമെന്ന് പറയേണ്ട കാര്യമുള്ളൂ. അത് ചെയ്യില്ല, അതിലൊരു ത്രില്ലില്ലല്ലോ. അപ്പോൾ പകരം നമ്മൾ തന്നെ വണ്ടി ഓടിക്കുന്നു, നമ്മൾ തന്നെ CPR. നീ ആ CPR കൊടുക്കണം എന്ത് കോലത്തിലേക്ക് കൊടുക്കുന്നത്? ഇങ്ങനെയാണ് CPR കുട്ടികൾക്ക് കൊടുക്കൽ. അത് വേറെ വിഷയം, പോട്ടെ. എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇവർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വീഡിയോ ആണ്, ഇതൊരു വീഡിയോ ഒന്നല്ല. അതെ, ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണും. ഇത് ഞാൻ അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല, അതിൽ മിക്കവാറും ഓഡിയോ കട്ടാവാൻ സാധ്യത, കാരണം അതിനകത്ത് ഈ ഖുറാൻ്റെ സാധനമുണ്ട്, അത് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഒരു രസത്തിന് നമ്മൾ അറബി മൂളിച്ചിടാം, ഇപ്പോൾ ഒരു സുഖം ഉണ്ടാവും കേൾക്കുമ്പോൾ. ഇപ്പോഴാണ് എഫക്റ്റ്. അറബി മൂളിച്ചുള്ള ഇതിലൊന്നുമില്ല, ഇത് ഏതോ ഒരു ആംബുലൻസിൽ ഏതോ കുട്ടീനെ കൊണ്ടുപോകണം. പക്ഷേ ഇതിൽ ആ മൂളിച്ചങ്ങോട്ട് ഇട്ടോക്കിയാൽ സാധനം മാറിയില്ലേ? ഇതാണ് അതിൻ്റെ കളി എന്ന് പറയുന്നത്. ആംബിയൻസ് കളി. ഇതിങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക. ഖുറാൻ്റെ ആയത്തും കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഖുറാൻ്റെ ആയത്ത് നമ്മളെ എന്താണ് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുന്ന ആയത്തൊക്കെ അങ്ങോട്ട് അറബിയിൽ ഓതി നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളൊന്നും അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊരു വീഡിയോ ഒന്നും അല്ല, ഇതേപോലെ അനേകം വീഡിയോ. ഇനി മറ്റ് വീഡിയോസ് ഇതേപോലെ നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. ഈ ആംബുലൻസിൽ കുട്ടി ഇതൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഇത് നിരന്തരം ഇതുപോലുള്ള വീഡിയോസ് എടുത്ത് ഒരു കുട്ടിയല്ല എത്ര കുട്ടികളുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ വേറൊരു ഇത് നമ്മളുടെ ഇംതിയാസ് മഹമ്മൂദ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ട്വിറ്ററിൽ സ്ഥിരമായിട്ട് ഇതുപോലുള്ള സാധനമൊക്കെ എടുത്ത് വെച്ച് വളരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഖ്യയാണോ എന്ന് വരെ തോന്നിപ്പോവും. ആ രീതിയിലുള്ള കമൻസാണ് പുള്ളി ഇടാറ്. പുള്ളി ഇതിൽ എഴുതിയ നോർമൽ പീപ്പിൾ, ദ മാൻ നെക്സ്റ്റ് ടു ദ ഡ്രൈവർ ഹോൾഡ്സ് ദ ചൈൽഡ്, ദ ഡ്രൈവർ ഹാസ് ദ വീൽ. In Gaza, the driver holds the child and does CPR at 100 miles/hour. The man next to him has the camera. ഇത് ഒരു കോമൺ സെൻസിൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു ഡ്രൈവർ അടുത്തിരുന്ന ക്യാമറാമാൻ എന്ന് നമ്മൾ തന്നെ ചോദിക്കാറില്ലേ? നമ്മളിപ്പോൾ പത്രത്തിൽ എന്താണ് അപകടത്തിൽപ്പെട്ട ആളെ ആരും രക്ഷിച്ചില്ല, ആൾ മരണപ്പെട്ടു പോയി, എന്നിട്ട് അപകടത്തിൻ്റെ ദൃശ്യം പകർത്തിയ ആളോട് നമ്മൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ ക്യാമറയും വെച്ച് ഫോട്ടോ എടുക്കുന്ന നേരത്തെ ആ പെണ്ണിനെ ഒന്ന് രക്ഷിച്ചുകൂടായിരുന്നോ, ആ കുട്ടിക്കൊരു സഹായം ചെയ്തുകൂടായിരുന്നോ, അയാളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൂടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും അപകടം അതിൻ്റെ വാർത്ത വരുമ്പോൾ. പക്ഷേ ആ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഒരു സാമ്രാജ്യത്വ അനുകൂലിയായിട്ട് മാറും, നിങ്ങൾ വലിയ മാനവിക വിരുദ്ധനായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ എടുത്ത് നിൽക്കുന്ന നേരത്ത് രക്ഷിച്ചൂടെ എന്ന ചോദ്യമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇവിടെ ഹലാലാണ്, അവിടെ ഹറാമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ ഒരു വീഡിയോ. ഒരു ആകെ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അവിടെ വന്ന് നിന്നുകൊണ്ട് കുട്ടിയെ കൈ പിടിച്ചിട്ട് അയ്യോ കണ്ടില്ലേ നമ്മുടെ സാധനമൊക്കെ പൊളിഞ്ഞു പോയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു വീഡിയോ. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരെണ്ണമാണെന്ന്. ഇത് ഒരേപോലെ ഒരേ ഡയലോഗ് വെച്ചിട്ട് ഇതുപോലെ വീഡിയോ, അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് നമ്മൾ എടുത്തത്. ഇതൊന്ന് പ്ലേ ചെയ്തൊക്കെ എല്ലാം ഒരേപോലെ, എല്ലാത്തിലും കുട്ടികളുടെ മേത്തൊന്നും ചോര പോലും ഇല്ല കേട്ടോ. അതാണ് വേറൊരു രസം.
ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെയാണ് പലതിലും പറയുന്നത്. എൻ്റെ പൊന്നെണ്ണന്മാർ ഒന്നിലും ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് നാട്ടുകാർ കാണുന്നില്ലേ? ഒരു സമാധാനം, കുട്ടികൾ വേറെയാണ്. പിന്നെ കുട്ടികൾക്ക് ക്ഷാമമില്ല, കാരണം ജനോസൈഡ് നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10-40 വർഷത്തെ ഒരു കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ എത്ര ശതമാനം കണ്ടാണ് വളർന്നതെന്ന് നിങ്ങളൊന്ന് തപ്പിയിട്ടൊന്ന് പറയാം. അതിൻ്റെ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നിങ്ങൾക്ക് പ്രത്യേക ഹൂറി പരാമർശം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 10 മടങ്ങാണ് അവിടെ വർദ്ധിച്ചിട്ടുള്ളത്, ഒരു ക്ലൂ തരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ജനോസൈഡ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരു ജനോസൈഡ് നടക്കുന്നില്ല, ഒരു മണ്ണാങ്കട്ട അവിടെ നടക്കുന്നില്ല. പച്ചയ്ക്ക് പറയും ഇതൊരു യാചക മാഫിയാണ്. ഈ പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഈ ഡൊണേഷൻസ് ഇതേപോലെ ഈ പരിഭവം പറഞ്ഞുകൊണ്ട് ഈ വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയിട്ട് അത് വെച്ചിട്ട് പുട്ടടിക്കുന്ന പരിപാടി ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഹമാസിൻ്റെ നേതാക്കളാണ്. അവർ ജീവിച്ചിരുന്നത് ഖത്തറിലാണ്. മൾട്ടി ബില്യണേഴ്സ് ആയിരുന്നു അവരവിടെ ജീവിച്ചിരുന്നത് വലിയ മാളികകളിലായിരുന്നു. അവിടെ ഇരിക്കെ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്ത് ഇതിനെ കുട്ടിച്ചോറാക്കിയിട്ട് ഇതിൻ്റെ പേരിൽ അവരുടെ കീശയിലേക്ക് പണം എത്തിച്ച് അവരവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു യാചക മാഫിയാണ്, ഒരു യാചക കൂട്ടമാണ്, പിച്ചക്കാരുടെ ഒരു കൂട്ടം, അത്രേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുക, വീഡിയോകൾ ഉണ്ടാക്കുക, ആ പേര് പറഞ്ഞുകൊണ്ട് ദൈന്യത കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് ഇതേപോലെ പൈസ പിടുങ്ങുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ നിങ്ങൾ വീഴുകയാണ്, വോക്കുകളിവിടെ വീഴുകയാണ്, മുസ്ലിങ്ങൾ ഇതിനകത്ത് വീഴുകയാണ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി പിടിച്ച് പോവുക, എന്നിട്ട് പോയി നേരിട്ട് കാണുക, അവരോട് ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞ പണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഗാസക്കാരായിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവിടെ ജീവിച്ചിരുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആളുകളെടുത്ത്. ഇസ്രായേലിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ചെന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ചങ്ങാതി, ഒരു മുഹമ്മദ് ഇൻ ഗാസ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഈസ് ദ ഈവിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചിത്രം വെച്ചു. അപ്പോൾ ആ ചിത്രത്തിൽ എന്താണ്, ഗാസ ഒക്ടോബർ 7 മുന്നേ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഇപ്പോൾ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 2 ചിത്രം. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് പോവാണ്, ഇത്രയും നാൾ എന്താ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഗാസ വളരെ പ്രശ്നത്തിലായിരുന്നു, ഒരു ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഓപ്പൺ എയർ പ്രിസൺ എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ചില ആളുകൾ വന്നിട്ട്, ചില വോക്കുകൾ വന്നിട്ട് അതിൻ്റെ താഴെ ദ പ്ലേസ് ബീങ് ബ്യൂട്ടിഫുൾ ഡസൻറ്റ് മീൻ ദാറ്റ് ദർ വാസ് ഫ്രീഡം, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്, അതായത് അവിടെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് സമ്മതിച്ചു. ഓക്കെ, അത്രയെങ്കിലായല്ലോ. അവിടെ ഫ്രീഡം ഇല്ല എന്നാണ് പറയുന്നത്, അത് നമുക്ക് തെളിയിക്കണമല്ലോ. അപ്പോൾ അതിന് ആൾ ഉപയോഗിച്ചതാണ് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറയും. എന്നിട്ട് പിന്നെ നമ്മളുടെ തലയിലേക്കാണ് അതിൻ്റെ പ്രശ്നം ഉള്ളത്. ഫോർ sometime who claims to be extremely logical, you have been posting a lot of fallacies these days. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂടായിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇനി അങ്ങനെ നിങ്ങൾ തെളിയിച്ചാൽ ആ കൂടായത് എങ്ങനെ, എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് നിങ്ങൾ പറയില്ല. ഏതായാലും അത് ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചു, പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. അവിടെ ആകെ പ്രശ്നമായിരുന്നു, ബേസിക് അമ്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല, അവർക്ക് വെള്ളമില്ല, വളമില്ല, മണ്ണില്ല, ഒന്നുമില്ല, ഭക്ഷണം, ഓക്സിജൻ പോലും കിട്ടുന്നില്ല, ഓക്സിജൻ കൊടുക്കാതെ ഇസ്രായേലെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് വരെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓപ്പൺ എയർ എന്നൊക്കെയാണ് കേട്ടോ പറയുക. എന്നുവെച്ചാൽ അവിടെ ബിൽഡിങ്ങോ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് കാണുകയാണ്, ബിൽഡിങ്ങുകളുണ്ടായിരുന്നു, പള്ളികളുണ്ടായിരുന്നു, മാളുകളുണ്ടായിരുന്നു. ഈ പറഞ്ഞ യുദ്ധം നടക്കുന്ന സമയത്ത് പോലെ അവിടെ വെസ്റ്റ് ബാങ്കിലടക്കം മാളുകൾ പണിത് കൂട്ടിയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകളും അതിൻ്റെ വീഡിയോസും നമ്മളിവിടെ കണ്ടു. അതവിടെ നടക്കുന്നു. ഇനി ഈ പറയുന്ന സ്ഥലം നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഈ ഗാസ അത് ഏകദേശം ഈ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അതിൽ ഗാസ സിറ്റിയും ഗാസ ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലവും താഴെ ഈ റഫ ക്രോസിംഗ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ റഫ ക്രോസിങ്ങിൻ്റെ ഭാഗം ഇവിടെയാണ് നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടത്. അതായത് അവിടെയാണ് ഈ ഗാസക്കാർക്ക് ഈജിപ്തിലേക്കുള്ള ക്രോസിംഗ് ആണ് ഈ കാണുന്നത്. ഈ സാധനം ഇവിടെ പണിത് വെച്ചത് ഇത് ഇസ്രായേൽ പറഞ്ഞിട്ടാണ്. ഇതെന്തിനാണ് ഇസ്രായേലിനി പറഞ്ഞാൽ തന്നെ ഈജിപ്തിന് അത് പണിയാതിരുന്നൂടെ? എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ ഗാസയിലുള്ള ആളുകൾക്ക് എന്നാൽ മക്കളെ കയറി വരണടാ, നിങ്ങളെ ഇസ്രായേൽ നമ്മളെ പൊതുശത്രു എല്ലാവരെയും മൂട്ടിലിട്ട് തല്ലല്ലേ, നിങ്ങൾ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട ആളുകളല്ലേ ഈ ഈജിപ്ത്. പകരം ഈജിപ്ത് എന്താ ചെയ്യുന്നത്, ഈ മതിൽ കെട്ടിയിട്ട് അവരവിടെ തടഞ്ഞു നിർത്തുകയല്ലേ ചെയ്തത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നിങ്ങളത് പറയില്ല. അപ്പോൾ എന്നിട്ട് നിങ്ങൾ പറയും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിൽ എന്ന്. ആ പരിപ്പ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ എന്തുകൊണ്ടാണ് ഈജിപ്ത് ഈ പറയുന്ന ഈ മതിൽ കെട്ടിയത്, ഈ വേലിക്കെട്ട് കെട്ടിയിട്ട് അവരെ തടയുന്നത്, ഈ ഇൻഫിൽട്രേഷൻ എന്തിനു തടയുന്നു? ഇതുകൂടാതെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടെത്തിയ എന്താണ്, ഈ വേലി ഉള്ളതുകൊണ്ട് നേർക്ക് പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ലോറികൾ വരെ കടന്നു പോകുന്ന തരത്തിലുള്ള, വലിയ ട്രക്കുകൾ വരെ കടന്നു പോകുന്ന തരത്തിലുള്ള വലിയ തുരങ്കങ്ങളാണ് ഇതിൻ്റെ അടിയിൽ കൂടെ പണിത് വെച്ചിട്ട് അതിൽ കൂടെയാണ് ഈ സ്മഗ്ലിങ് നടത്തിയിരുന്നത്, ഈ ആംസ് ഡീലിംഗ് ഒക്കെ നടത്തിയിരുന്നത്. അതിന്
ഈ ഈജിപ്തിനകത്തുള്ള ചില ജിഹാദി കൂട്ടങ്ങളുടെ ഒത്താശയും ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇതിൻ്റെ വാർത്തകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. അത് നിങ്ങൾ പറയില്ല. ഇനി ഈജിപ്തിന് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈജിപ്ത് ക്യാമ്പ് ഡേവിഡ് ആ ഒരു എഗ്രിമെൻറ്റിലൂടെ ഈജിപ്തും ഇസ്രായേലും പണ്ട് അവിടെ ഒരു സമാധാന ശ്രമത്തിന് വരികയും അവർ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സമാധാനം സ്ഥാപിച്ചപ്പോൾ അത് നമ്മുടെ കാക്കമാർക്ക് പിടിച്ചില്ല. അവരെന്ത് ചെയ്തു? ഈജിപ്തിലെ കുറച്ചുള്ള ഈ പറയുന്ന തീവ്രവാദ കൂട്ടങ്ങൾ, ഐമൻ അൽ സവാഹിരിയെ പോലെയുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ, അവർ ഈജിപ്തിൽ അന്നത്തെ അൻവർ സാദത്ത് എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡൻറ്റിനെതിരെ ഒരു വലിയ തോതിലുള്ളൊരു നീക്കം നടത്തുകയും അയാളെ പച്ചയ്ക്ക് ഇതേപോലെ വെടിവെച്ച് കൊല്ലുന്നൊരു കാഴ്ചയാണ് അന്നുണ്ടായത്. അതായത് 1981 ഒക്ടോബർ 6 വെടിവെച്ച് കൊല്ലുന്നത്, അസാസിനേറ്റഡ്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായിരുന്നു കാരണം? പ്രധാന കാരണം എന്ന് പറയുന്നത്, അൻവർ സാദത്തിനെ വിളിച്ചിരുന്നത് അപ്പോസ്റ്റേറ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അറബ് ലീഗിൻ്റെ ഐഡിയ, അതോടൊപ്പം തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതിനെ തുരങ്കം വെച്ച ആൾ, അല്ലെങ്കിൽ അതിനെ ഒരു ട്രൈറ്റർ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അയാളൊരു യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അയാൾ ഈ അറബ് കോസിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇതാണ് അതിൽ പ്രധാനമായിട്ട് സംഭവിച്ചത്. അതിനോടൊപ്പം മറ്റ് പല എക്കണോമിക് റീസൺസും മറ്റ് പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്. പക്ഷേ കൊല്ലാനുള്ള റീസണായിട്ട് മാറുന്നത് ഈ പറഞ്ഞ സാധനമാണ്. അതിന് വഴിവെച്ചതാരാണ്? തീവ്രവാദികളാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹമാസ് ഇന്ന് എന്താണോ ചെയ്തത്, ഇത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. ഇതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കാക്കമാർ തീവ്രന്മാരായി മാറിക്കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജൂതവിരുദ്ധത എന്ന് പറയുന്നത് അത് ലോകം അവസാനിക്കുന്നവരെ കൊണ്ടു നടക്കേണ്ട സാധനമാണ്. അതിലാരെങ്കിലും വെള്ളം ചേർത്താൽ അവൻ ഇസ്ലാമിനെ വെള്ളം ചേർത്തവനായിട്ടും അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ ഇറങ്ങിയവനായിട്ടും അവൻ അപ്പോസ്റ്റേറ്റായിട്ടും മതനിരാസം പ്രഖ്യാപിച്ച ആളുമായിട്ടാണ് അവനെ കാണുക. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ സമാധാനം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ പരിക്ക് പറ്റിയതാർക്കാണ്? തീവ്രവാദികൾക്കാണ്. അത് മുൻകൂട്ടി കണ്ട് മറികടക്കാൻ വേണ്ടി അവർ കണ്ട എന്താണ്? അത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ആളുകളെ തീർക്കുക എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം ഈജിപ്ത് വളരെയധികം ജാഗരൂകരായിട്ട് നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന വേലിക്കെട്ട് ഇന്നവിടെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ഓപ്പൺ എയർ പ്രിസൺ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് ഒരു പങ്ക് ഈ പറയുന്ന ഈജിപ്തിനുണ്ട്. ഇനി ഈജിപ്ത് മാത്രമാണ് പങ്ക്. തൊട്ടപ്പുറത്തത് ജോർദാൻ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഇവർ കെട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജോർദാന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ കെട്ടുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോർദാൻ ഈ പറയുന്ന പാലസ്തീനിയൻസിനെ കൊണ്ട് കയ്പ് രസം നന്നായിട്ട് കുടിച്ചതാണ്. അതിൻ്റെ പേരാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ പേരിൽ 1970 നടന്നിട്ടുള്ള ഒരു അട്ടിമറി ശ്രമം. അതായത് ജോർദാനിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന പാലസ്തീനിയൻസ്, ആ പാലസ്തീനിയൻസ് അവിടെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു കൂട്ടം കൂടിയിട്ട് അവിടെയുള്ള രാജാവിനെ മറിച്ചിടാൻ വേണ്ടി നോക്കുകയും അയാൾക്കെതിരെ കോപ്പ് കൂട്ടി ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങുകയും ചെയ്ത് അവിടെ വലിയ കുട്ടിച്ചോറാക്കുന്നൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവസാനം ജോർദാനിലെ രാജാവ് തന്നെ ഇവരെ വെടിവെച്ചിടുന്ന അവസ്ഥ. അങ്ങനെ ജോർദാൻ്റെ രാജാവ് ഈ പലസ്തീനിയൻസിനെ നേരിടാൻ വേണ്ടിയിട്ട് യുദ്ധമായിട്ട് ഇറങ്ങിയപ്പോൾ അയാളെ സഹായിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മൾ പാകിസ്ഥാനിലുള്ള സൈന്യം പോലും ഉണ്ടായിരുന്നു എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഈ 1970 നടന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അറിയുന്നുണ്ടും അന്നത്തെ രാജാവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ടും ജോർദാനിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജോർദാനിൽ ഇന്നും ഇത്ര കാലമായിട്ട് ജീവിക്കുന്ന ഈ പാലസ്തീനിയൻസിന് അവിടുത്തെ പ്രോപ്പറായിട്ടുള്ളൊരു സിറ്റിസൺഷിപ്പ് പോലും കൊടുത്തിട്ടില്ല. ഇതും കൂടി നമ്മൾ ആലോചിക്കുക. അപ്പോൾ ബ്ലാക്ക് സെപ്റ്റംബർ അതാരാണ് അതിന് കാരണക്കാരായത്? പാലസ്തീനിയൻസ്. ഈജിപ്തിലെ ഈ പറയുന്ന പ്രശ്നത്തിന് ആരാണ് കാരണക്കാരൻ? അത് പാലസ്തീനിയൻസ്. ഇവരെവിടെ പോയാലും ഇത് തന്നെയാണ് പ്രശ്നം. കുവൈത്തിൽ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത്? അവിടെയും ഇത് തന്നെയാണ് ഉണ്ടാക്കി. കുവൈത്ത് ഇറാഖ് വാറിൻ്റെ സമയത്ത് അവിടെ ഇറാഖിനോടൊപ്പം നിൽക്കുകയാണ്. പകരം അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് കുവൈത്തിൽ ജീവിക്കുമ്പോൾ കുവൈത്തിനോടൊപ്പം നിൽക്കുന്നതിന് പകരം അവർ നിന്നത് ഇറാഖിലെ ആളുകളോടൊപ്പം, സദ്ദാം ഹുസൈനോടൊപ്പം നിൽക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള ഓരോ കുത്തിത്തിരിപ്പ് നടത്തി എവിടെയെല്ലാം ചെന്ന് കയറുന്നുണ്ട് അവിടെയെല്ലാം പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ചരിത്രമുള്ളതുകൊണ്ട് ആണ് അവർക്കുള്ള എല്ലാ വഴികളും അടച്ചു കൊടുക്കുന്നത്. ഇനി ഈ പറയുന്ന സാധനം ഇത് തന്നെയല്ലേ ഇസ്രായേലിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറബികളോടാണ് ഈ ചെയ്യുന്നത്. ഒരു വശത്ത് ഇത് തന്നെ ഇസ്രായേലിനോട് ചെയ്യുന്നു. ഇസ്രായേലിനോട് ചെയ്യാൻ മറ്റൊരു കാരണം കൂടി, അത് ജൂതവിരുദ്ധത. അതും കൂടി വന്നു കഴിയുമ്പോൾ ഇസ്രായേലികൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അവർ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്, നിങ്ങളെമാതിരി മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അയൺ ഡോം അവരുണ്ടാക്കി വെക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ സിവിലിയൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ബോംബ് ഷെൽട്ടേഴ്സ് പണിത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളെന്താ പണിതത്? തുരങ്കം പണിതു. എവിടെ പണിതത്? നഴ്സറി സ്കൂളിൻ്റെ അടിയിൽ, ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ, സ്കൂളുകൾക്കടിയിൽ, ഇതുപോലുള്ള ഓരോ സിവിലിയൻ സ്ട്രക്ചേഴ്സിൻ്റെ അടിയിലും തുരങ്കം പണിതിരുന്നിട്ട് അവരറിയാതെ അവരുടെ തലയുടെ മുകളിൽ കൂടെ നിങ്ങൾ വാണം വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? തിരിച്ച് അവരോട് മറുപടി കൊടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊല്ലപ്പെടുന്നത് ഈ സിവിലിയൻസും കൂടി ആകുമ്പോൾ അത് പൊക്കി കാണിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ജനോസൈഡ് നടക്കുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ അത് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ കൂടാൻ
പറ്റുന്ന ചില മദ്രസ ജീവികളെയും അതുപോലെ ചില വോക്കുകളെയൊക്കെ കിട്ടുമായിരിക്കും, നമ്മളെ കിട്ടില്ല. അതിൽ വിശ്വസിച്ച് നിങ്ങളിൽ പെടാൻ നമുക്ക് സൗകര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത്, നിങ്ങളോടൊപ്പം നിൽക്കാതെ. നിങ്ങൾ ആദ്യം ഈ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആളുകളെ കണ്ണീരിനെ ഈ പറയുന്ന രീതിയിൽ പറ്റിച്ചിട്ട് അത് വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ഒരു പ്രവൃത്തി, ഈ തീവ്രവാദം അത് നിർത്തുക. ഇത് ഇരവാദ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അത്യുന്നതങ്ങളിൽ എന്ന് പറയുന്നതായിരിക്കും ശരി. ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് പഴയ പോലെ വിജയിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇന്നിപ്പോൾ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിച്ചത് നിങ്ങൾ ഇനി വിശ്വസിക്കാനേ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഇത് ഗാസയിൽ നിന്നുള്ള യൂത്തന്മാർ അവിടുന്ന് പുറത്തേക്ക് വിടുന്ന, അവർ യുദ്ധവേളയിൽ ഒന്ന് കാറ്റ് കൊണ്ടിരുന്ന ഒരു ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു ജ്യൂസ് കടയുടെ ഒരു ചിത്രം കൂടി നമുക്ക് കണ്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇതാണ് ആ വീഡിയോ. رغم الحرب والدمار شوف الخيام كيف إلا أهل غزة بيصنعوا الأمل. تعال شوف كيف. ഗാസയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഉദ്ദേശം. ഓക്കെ, അതെ, പൊട്ടിപ്പൊളിഞ്ഞ ചായക്കടയാണ്. ആ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുക, പൊട്ടിപ്പൊളിഞ്ഞ ഗാസ നിങ്ങൾക്ക് കാണാം. മ്യൂസിക് മിക്കവാറും പോവും. വിത്ത് അറബി മൊളിച്ച ഗാസൻ വിഭവങ്ങളാണ്. വേണ്ടവർ എത്രയും പെട്ടെന്ന് വണ്ടി കയറി പോവുക, കഴിക്കുക. തലയിൽ ഒരു കുട ചൂടാൻ മറക്കണ്ട, വല്ല വാണവും ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും. ഓക്കെ, ജനോസൈഡ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജനോസൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. എന്ത് കഴിക്കണമെന്നറിയാത്ത ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് അവർക്ക് കഴിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ നമുക്കൊന്നും ഉണ്ടാകരുതേ പഠിച്ചോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി ഒരു കിടപ്പ് കിടന്ന് നമ്മൾ ജനോസൈഡൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, ആലോചിക്കാൻ പോലും വയ്യ. എന്ത് കഴിക്കണമെന്നുള്ള ആ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ നിരന്നിരിക്കുകയാണ്, പക്ഷേ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വിശപ്പ് പോവുകയാണ്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതിൻ്റെ പേരിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ. കുട്ടികൾ മരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതെ നോക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ ഭയാനകമായൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആലോചിക്കാൻ പോലും വയ്യ. അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ്, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.